ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റംദാൻ സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡായിട്ടാണ്. നല്ല കിടുക്കാച്ചി ചിക്കൻ ബൺ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഈ മൈദക്ക് പകരം നമുക്ക് വീറ്റ് ഫ്ലോറും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു ടീസ്പൂണോളം വരും. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് തന്നെ നമുക്ക് മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ വേണ്ടത് ചൂടുവെള്ളമാണ്, ഇളം ചൂടുവെള്ളം. ഞാനിപ്പോൾ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് ഒഴിക്കാം, എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫുഡ് പ്രോസസ്സർ ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ടും അതിങ്ങനെ കുഴച്ചെടുക്കും. അതല്ലെങ്കിൽ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് അതിന് ശേഷം വീണ്ടും ഒരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിക്കാം. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ 3/4 കപ്പും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കുഴയാത്തൊരു പശ പോലെ ഉണ്ടാവും. ഇതുപോലെ കുഴച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 3/4 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കട്ടിയായിട്ട് കുഴച്ചെടുക്കരുത്, കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ പരത്തിയിട്ടുള്ള ആ സെയിം ബൗളിൽ തന്നെ മേലയിൽ ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലോ അതിൻ്റെ മേലിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് പൊന്തുമ്പോൾ ഡ്രൈ ആവാണ്ടിരിക്കാനാണ്. അപ്പോൾ അതിൻ്റെ മേലിൽ വെച്ചിട്ട് നമുക്കിതാ ഒരു പ്ലേറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ മൂടി വെച്ചിട്ടോ കവർ ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കുമ്പം ആദ്യത്തെ പ്രോസസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഫസ്റ്റ് ചെയ്തിട്ട് അവിടെ കുഴച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പം അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. സോൾട്ടഡ് ആയാലും ഒരു പ്രശ്നമില്ല. 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചി ചേർക്കുന്നില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. 300 ഗ്രാം ചിക്കനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. അതല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ഒരു 300 ഗ്രാം ചിക്കന് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു ക്യാപ്സിക്കം, ഞാനിപ്പോൾ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു യെല്ലോ ക്യാപ്സിക്കം നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. വീണ്ടും നല്ലപോലെ മിക്സാക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് ചിക്കനും ഉള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് 3ഉം കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. 1-2 മിനിറ്റ് ആ ഒരു പൊടിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ 15 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ 1-2 തവണ ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ മൂടി തുറന്നിട്ട് നോക്കിയാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു പിടിയോളം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ചീസ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഷീറ്റ് ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 എണ്ണം ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം മൊസറല്ല ചീസും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാകുമ്പോൾ ഒരു 1/2 കപ്പോളം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ഷീറ്റ് ചീസ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ ഒരു ചീസ് മെൽട്ടായി ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ നമ്മളിതിൽ വേറെ കൂടുതൽ സ്പൈസസും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. 3 പൊടികൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. കുരുമുളക് പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇത് മാത്രം മതി. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല ഫില്ലിങ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂട് കൊണ്ട് തന്നെ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിതാ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഡബിളായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നല്ലോണം തന്നെ പൊന്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും 1-2 മിനിറ്റ് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒരു 2 മിനിറ്റോളം ഒന്നും കൂടി കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് നീളത്തിൽ പരത്തിയിട്ട് എത്ര ബന്നാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 6 ബൻ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ 6 ബൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ 5 ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക് 1 ബൻ എന്നുള്ള ഇതിൽ 5 ആളെന്നുണ്ടാവും 5 പേർക്ക്. അപ്പോൾ 6 ബന്നുണ്ടാവും 6 പേർക്ക്, അങ്ങനെ കേട്ടോ. കാരണം ഇത് കഴിക്കുമ്പോൾ നമ്മൾ വയറെന്നാലും അറിയും. പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെയും കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 6 ബന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ബൻ എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ തന്നെ ഇതുപോലെ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ചപ്പാത്തിനെക്കാട്ടിയും കുറച്ചും കൂടി ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് വേണം ഫില്ലിങ് നിറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫസ്റ്റായിട്ട് നമുക്ക് ഒരു പിടി മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, ചിക്കൻ്റെ ഫില്ലിങ്, അപ്പോൾ അത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു മാവിലേക്ക്. എന്നിട്ട് നമുക്കിത് ഒരു ബോൾസിൻ്റെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള ബോൾസ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ.
അപ്പോൾ ഇതെല്ലാ ബോൾസും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ബന്നും അതിൻ്റെ മേലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എഗ്ഗ് വാഷ് ചെയ്യണം. അപ്പോൾ ഒരു മുട്ട ജസ്റ്റ് ഒന്ന് മിക്സാക്കിയിട്ട് ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ട് നമുക്കിതിൻ്റെ മേലിലൊന്ന് എഗ്ഗ് വാഷ് ചെയ്യാം. എഗ് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വൈറ്റ് എള്ള് ഇതിൻ്റെ മേലയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വൈറ്റിന് പകരം നമുക്ക് ബ്ലാക്കും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഒരു നുള്ള് എള്ള് ഇതിൻ്റെ മേലയിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മല്ലിയില ഇതിൻ്റെ മേലയിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബണ്ണ് ബേക്ക് ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബണ്ണ് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മേലയിൽ വരുന്ന ഈ ഒരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എഗ് വാഷ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലിൽ ബട്ടറൊക്കെ തേച്ച് കൊടുക്കാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെയാണ് ബണ്ണ് ഓപ്പൺ ചെയ്യുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. ഇവിടെ മക്കളൊക്കെ എന്താ പറയുക ഇതിന് വേണ്ടിയിട്ട് കാത്ത് നിൽക്കുന്നുണ്ട് ഇതൊന്ന് ഉണ്ടാക്കി കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ചിക്കൻ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പിനൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് പോകുന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. കാരണം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന മക്കളുണ്ടാവുമല്ലോ, ഈ ഒരു ബണ്ണ്, പിസ്സ, അങ്ങനത്തെ ബേക്ക് ചെയ്ത ഐറ്റംസൊക്കെ അവർക്കൊക്കെ എന്തായാലും ഈ ഒരു ബണ്ണ് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.